യെസ് വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഓണം എക്സാമിന് പോകുന്ന സമയത്ത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ അല്ലേ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഓണം എക്സാമിൽ ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും ഇലക്ട്രോ കെമിസ്ട്രി. പക്ഷേ സിമ്പിൾ ആട്ടോ, നമ്മൾക്കതിൽ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ 21 മാർക്ക്. നമ്മൾ വെയിറ്റേജിലേക്ക് പോകുന്ന സമയത്ത് സൊല്യൂഷൻ 21, ഇലക്ട്രോ കെമിസ്ട്രി 21 മാർക്ക്, കെമിക്കൽ കൈനറ്റിക്സ് 18 മാർക്ക്, DNF 18 മാർക്സ്, അങ്ങനെയാണ് മാർക്ക് വരുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ചാൽ 21 മാർക്ക് നമുക്ക് വാങ്ങാം. അപ്പോൾ ആ ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കണ്ടേ. എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് അറിഞ്ഞാൽ തന്നെ അതിൽ 21 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. ഇപ്പോൾ സൊല്യൂഷൻ ആയാലും കൈനറ്റിക്സ് ആയാലും ന്യൂമറിക്കൽസ് ഒരുപാടുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ന്യൂമറിക്കൽസ് ഇല്ല എന്നല്ല, ഇലക്ട്രോ കെമിസ്ട്രിയുടെ ന്യൂമറിക്കൽ ഒരേ പാറ്റേണിലാണ് വരിക, പാറ്റേൺ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെയല്ല, സൊല്യൂഷനും കൈനറ്റിക്സും പാറ്റേൺ മാറി മാറി വരും. അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ, പുതിയൊരു പ്രോബ്ലം കിട്ടിയാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രിയിൽ അതില്ല, ജസ്റ്റ് ഒരേ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോയാൽ മതി. അപ്പോൾ നമ്മൾ നോക്കിയല്ലേ ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്താണ് പഠിക്കേണ്ടത്. ഒന്ന് സ്റ്റാൻഡേർഡ് EMFന്റെ കാൽക്കുലേഷനാണ് E0 EMF. E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും തന്നിട്ട് സ്റ്റാൻഡേർഡ് EMF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് കഴിഞ്ഞു, സ്റ്റാൻഡേർഡ് EMF എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നേഴ്സ്റ്റ് ഇക്വേഷനാണ്. ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്ത് തരും, ഒരു സെല്ല് തരും, Zn ബാർ Zn2 പ്ലസ് ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu, കോൺസെൻട്രേഷൻ ബ്രാക്കറ്റിൽ തരും. റൈറ്റ് നേഴ്സ്റ്റ് ഇക്വേഷൻ, അതിൻ്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ എഴുതി ഈ EMF കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഒരു നേഴ്സ്റ്റ് ഇക്വേഷൻ സെല്ല് തരിക, സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എഴുതിയിട്ടുണ്ടാവും, ആ സെല്ല് അങ്ങോട്ട് എടുത്തെഴുതും, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ എഴുതും. ഈ EMF ഈക്വൽ ടു E0 EMF പ്ലസ് 2.303 RT അല്ലെങ്കിൽ 0.059/n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കാഥോഡ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ അല്ലേ? അതും കഴിഞ്ഞ് ഡെറിവേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്, ഇത് മറക്കരുത്, എല്ലാവരും വിട്ടുപോകുന്ന ഒരു പോയിന്റ് ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഡെറിവേഷൻ. സ്റ്റാൻഡേർഡ് EMF തന്നു കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ലോഗ് KC ഈക്വൽ ടു NE0 സെൽ ഡിവൈഡഡ് ബൈ 0.059 എന്നുള്ള ഇക്വേഷൻ. ഡെറിവേഷൻ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം സ്റ്റാൻഡേർഡ് EMF എന്താ പറ, ഒന്ന് ആലോചിച്ചേ. ലോഗ് KC ഈക്വൽ ടു NE0 സെൽ ഡിവൈഡഡ് ബൈ 0.059. റെഡി അല്ലേ? സെറ്റ്. അടുത്തത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഓൺ ഡയലൂഷൻ. ഒരു സൊല്യൂഷനെ ഡയലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ വേരി ചെയ്യും. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെയും വീക്ക് ഇലക്ട്രോലൈറ്റിനെയും ഡയലൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് എന്ത് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വരുന്നത് കോളറാഷ്യസ് ലോ. ഒരു പക്ഷേ കോളറാഷ്യസ് ലോ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. അസറ്റിക് ആസിഡിന്റെ ഒക്കെ മോളാർ അയോണിക് കണ്ടക്ടിവിറ്റി, 0 കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി, മോളാർ അയോണിക് അല്ല, മോളാർ കണ്ടക്ടിവിറ്റി. അസറ്റിക് ആസിഡിന്റെ 0 കോൺസെൻട്രേഷനിലെ മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. ഏതാ ഉപയോഗിക്കുക? കോളറാഷ്യസ് ലോ ഉപയോഗിക്കും. ക്ലിയർ ആണ്? ദെൻ ഫാരഡേസ് ലോ ന്യൂമറിക്കൽസ് ആണ്. M=ZIT എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് അല്ലെ, M=ZIT, Z is electrochemical equivalent. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഈക്വലന്റ് വെയിറ്റ് ഡിവൈഡഡ് ബൈ 96,500 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആണ്? ദെൻ കൊമേഴ്ഷ്യൽ സെല്ലാണ്. എപ്പോഴും കൊമേഴ്ഷ്യൽ സെല്ലിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഫ്യൂവൽ സെൽ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്നിനാ. ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ്, ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻസ്, അത് ഓർമ്മിക്കുക. ഫ്യൂവൽ സെല്ലിന്റെ റിയാക്ഷൻസ് ആനോഡിലും കാഥോഡിലും ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ നടക്കുന്ന റിയാക്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഫ്യൂവൽ സെൽ എന്നുള്ള വേർഡ് ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല. അത് മെയിൻ എക്സാം ആയാൽ പോലും അങ്ങനെ തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂവൽ സെൽ, മറന്നു പോകരുത്. പിന്നെ അതിൽ പഠിക്കാനുള്ളത് മെക്കാനിസം ഓഫ് കൊറോഷൻ, റസ്റ്റിംഗ് ഓഫ് അയൺ. അയേണിന്റെ റസ്റ്റിംഗ് പഠിക്കുക, റസ്റ്റിംഗ് ഓഫ് അയൺ. അയൺ എങ്ങനെയാണ് തുരുമ്പ് പിടിക്കുന്നത്, അതിന്റെ മെക്കാനിസം. ഇറ്റ്സ് എൻ ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ. ഒരു ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ ആണെന്ന് കൊറോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. റെഡിയല്ലേ? അപ്പം ഓണം എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയാൽ മാത്രമേ നിങ്ങളെ C മാർക്കൊക്കെ നല്ല മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പം നന്നായിട്ട് എഴുകേണ്ട യൂട്യൂബ് ചാനലുകൾ ലൈവുകളും കോണ്ടന്റ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഫുൾ മാർക്ക് വാങ്ങുക. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു പോയത്, അഥവാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മക്കളൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അല്ല റെഡി അല്ലേ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കോണ്ടന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ താഴെ ലൈക്ക് ചെയ്യണം. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, റെഡി, ബൈ.